കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. ഒരു നിത്യത നമുക്കുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കണം. ഈ ലോക ജീവിതം താൽക്കാലികമാണ്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അവിടെയാണ് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവേകവും അറിവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. അറിവ് കേവലം ബുദ്ധിമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അറിവ് പലപ്പോഴും ഭിന്നിപ്പിക്കുന്നതാണ്. എന്നാൽ വിവേകം നമ്മളെ ഒന്നിപ്പിക്കുന്നതാണ്, ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നതാണ്. വിവേകം അഥവാ ജ്ഞാനം വേദപുസ്തകത്തിലെ ഒരു പ്രധാന പ്രമേയമാണ്. ജ്ഞാന പുസ്തകങ്ങൾ അഥവാ വിസ്ഡം ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന പുസ്തകങ്ങൾ തന്നെ ഉണ്ട്. അത് ഇയ്യോബിന്റെ പുസ്തകം, അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീത എന്നീ പുസ്തകങ്ങളൊക്കെ ആ ഒരു ഗണത്തിൽപ്പെടുന്നതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് സദൃശവാക്യങ്ങളാണ് യഥാർത്ഥമായ വിവേകം, ഒരു ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിലുള്ള യഥാർത്ഥമായ ജീവിത തത്വം രൂപീകരിക്കാൻ പറ്റുന്ന പുസ്തകം. നല്ലൊരു ജീവിത തത്വം രൂപീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ പോലെയാണ് ജീവിതത്തിൻ്റെ തത്വം. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ പുറമേ കാണുന്ന കാര്യങ്ങളാണെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്നത്. സോ അതുകൊണ്ട് ശരിയായൊരു ജീവിത തത്വം ഇല്ലാത്തൊരു വ്യക്തി നിശ്ചയമായും അവൻ്റെ ജീവിതം താളപ്പിഴകൾ ഉണ്ടാകും. ശരിയായൊരു ജീവിത തത്വത്തിന് 3 കാര്യങ്ങൾ നിശ്ചയമായും നമ്മൾ അറിഞ്ഞിരിക്കണം. 1, ദൈവം ആരാണ്. 2, മനുഷ്യൻ ആരാണ്. 3, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്. ഈ 3 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയാൽ നല്ലൊരു ജീവിത തത്വം രൂപീകരിക്കാൻ കഴിയും. സദൃശവാക്യങ്ങൾ നമ്മളെ അതിനായിട്ട് നിശ്ചയമായി സഹായിക്കുന്ന പുസ്തകമാണ്. 6-ാം അധ്യായം ഇന്നത്തെ ചിന്തയിൽ അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. നമ്മൾ 6ഉം 7ഉം വാക്യങ്ങളാണ് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അത് ഇങ്ങനെ പറയുന്നു: മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കും. അപ്പൊ ഇതിനകത്ത് ഒരുപാട് മൃഗങ്ങൾ, പ്രാണികളെ ഒക്കെ ബുദ്ധി ഉപദേശത്തിന് അഥവാ വിവേകത്തിന്റെ ഉറവിടമായിട്ട് സഭാപ്രസംഗിയുടെ രചയിതാവായിരിക്കുന്ന ശലോമൻ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനകത്തൊരു മുഖ്യമായ ഒരു ജീവിയാണ് ഉറുമ്പ്. ഉറുമ്പിനെ കാണിച്ചുകൊണ്ട് നമ്മോട് ദൈവം പറയുന്ന, ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യങ്ങളാണ് ഈ വാക്യങ്ങളുടെ ഉള്ളടക്കം. ഉറുമ്പിൽ നിന്നും ദൈവമക്കളാവുന്ന നമുക്കും ചില ബുദ്ധി, ചില വിവേകം പഠിക്കേണ്ടതായിട്ടുണ്ട്. 1, ഉറുമ്പിന്റെ ടീം വർക്കാണ്. ഒരുമിച്ച് ജോലി ചെയ്യുന്ന, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മനോഭാവം. ഏതു കാര്യങ്ങളിലും ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കും, നല്ല ഫലമുണ്ടാകും. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഈരണ്ടായിട്ടാണ് അയക്കുന്നത്. ഒരു ഗ്രൂപ്പായിട്ടാണ്. 70 പേരെ ഒരു പ്രാവശ്യം അയക്കുന്നു. 12 നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ കുടുംബത്തിലും, കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്, ഒരു ടീമാണ്. മനുഷ്യൻ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട്. അവനെ ഭരിക്കുന്നുണ്ട്. എനിക്കിത് തന്നെ ചെയ്യാൻ കഴിയും, ഇതെല്ലാം എനിക്ക് തന്നെ അനുഭവിക്കണം, എനിക്ക് തന്നെ സന്തോഷിക്കണം. സ്വാർത്ഥതയിൽ നിന്ന് ഉളവാകുന്ന ഒരു ചിന്തയാണ്. പ്രിയമുള്ളവരെ, സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഉറുമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന 1-ാമത്തെ ചിന്ത, നമ്മൾ ഒരു ടീമിന്റെ ഭാഗമായിട്ട് മുന്നേറണം. അത് ചർച്ചിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും ഒരു ടീം മാനായിട്ട്, ഒരു ടീം വുമണായിട്ട് നമ്മൾ മാറണം. അത് ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്, ഒത്തിരി സ്വാർത്ഥതകൾ വെടിയേണ്ടത് ആവശ്യമാണ്, അന്യന്റെ നന്മകൾ ആഗ്രഹിക്കേണ്ടതും ആവശ്യമാണ്. 2-ാമത്തെ കാര്യം ഉറുമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: നാളേക്ക് വേണ്ടി കരുതലുള്ളവരായിട്ട് ആയിരിക്കുക. നാളെയെപ്പറ്റി ചിന്തയുള്ളവരായിരിക്കുക. നാളെയെപ്പറ്റി ചിന്തയുള്ളവരായിരിക്കുക. വരാൻ പോകുന്ന ഒരു മഴക്കാലം തൻ്റെ ഉള്ളിലുണ്ട്. മിണ്ടാപ്രാണിയാണെങ്കിലും അതിനറിയാം നാളെ ഒരു മഴക്കാലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നാളെ ഒരു ക്ഷാമത്തിന്റെ സമയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നാളെയെപ്പറ്റി ഒരു ചിന്ത ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നിശ്ചയമായും നല്ലൊരു മാതൃകയാണിത്. നാളെ എന്താണ് എന്നുള്ള ഒരു ആകുലതയുടെ ചിന്തയല്ലത്. കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. ഒരു നിത്യത നമുക്കുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കണം. ഈ ലോക ജീവിതം താൽക്കാലികമാണ്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അവിടെയാണ് നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്നത്. ഹെവൻ ഈസ് നോട്ട് ജസ്റ്റ് എ ഡെസ്റ്റിനേഷൻ, ഹെവൻ ഈസ് എ മോട്ടിവേഷൻ. സ്വർഗം എന്ന് പറയുന്നത് കേവലം ഒരു സ്ഥലം മാത്രമല്ല, അതൊരു പ്രോത്സാഹന ചിന്തയാണ്. നമ്മളെ ഓരോ ദിവസവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിന്തയാണ് നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നാളെ. അതാണ്
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരുക്കിയാൽ ഞാൻ വന്ന് വീണ്ടും നിങ്ങളെ ചേർത്തു. മൂന്നാമത്തെ ചിന്തയോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉറുമ്പ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ചിന്ത ടീം വർക്കാണ്. 2 നാളെയെ പറ്റിയുള്ള നല്ല വിചാരങ്ങളാണ്. മൂന്നാമത് അവസരങ്ങളെ ഉപയോഗിക്കുക. പ്രിയമുള്ളവരെ, ഒരു ചിന്തകൻ പറഞ്ഞു എങ്ങനെയാണ്, ലൈഫ് ഈസ് എ കളക്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഒത്തിരി അവസരങ്ങളാണ്. ഇന്ന് നമുക്ക് അവസരമുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് അവസരം, സുവിശേഷം പറയാനായിട്ടുള്ള അവസരങ്ങൾ, നന്മ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ. നമ്മൾ നാളെ എന്ന് പറഞ്ഞത് മാറ്റി വെക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഈ അവസരങ്ങൾ നമുക്ക് ലഭിച്ചില്ല എന്ന് വന്നേരം. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നിങ്ങൾക്കൊരു ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിയുമോ? എനിക്ക് ദൈവം ഇന്ന് തന്ന അവസരം, സ്നേഹിക്കാനുള്ള അവസരങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനുള്ള അവസരങ്ങളാണ്. ആ അവസരത്തിൻ്റെ ഏറ്റവും നല്ല വശം ഞാൻ ഉപയോഗിക്കും എന്നൊരു ചിന്ത, ഒരു തീരുമാനം നിങ്ങൾ എടുത്താൽ നിശ്ചയമായും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. ഗോഡ് ബ്ലെസ്.